ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. നിലമ്പൂർ ഉൾപ്പെടെയുള്ള അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച നിലമ്പൂർ, തിരൂർ, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തത്. अमृतसर जलंधर वाराणसी नई रेल सेवा को हरी झंडी दिखाकर देश को समर्पित करें। नई दुल्हन की तरह सजी ये रेल अपनी पहली यात्रा के लिए आप सभी का प्यार बटोरे। അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നിലമ്പൂർ സ്റ്റേഷനിൽ 16.44 കോടി രൂപയുടെ പ്രവൃത്തിയും, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 26.55 കോടിയുടെ പ്രവൃത്തിയും, പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപയുടെ പ്രവൃത്തിയുമാണ് പൂർത്തീകരിച്ചത്. ആധുനിക യാത്രാ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സഞ്ചാര മേഖലകൾ, മികച്ച നിലവാരമുള്ള സ്റ്റേഷൻ, യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി യാഥാർത്ഥ്യമാക്കിയാണ് ഈ സ്റ്റേഷനുകൾ നവീകരിച്ചത്. സ്റ്റേഷനുകളുടെ മുൻവശം, കാത്തിരിപ്പ് സൗകര്യങ്ങൾ, ലൈറ്റിംഗ്, യാത്രാവിവര സംവിധാനങ്ങൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കുള്ള അനുയോജ്യമായ സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മളൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെ ഏറ്റവും നല്ല റെയിൽവേ സ്റ്റേഷനായിട്ടും ഏറ്റവും കണക്ടിവിറ്റിയുള്ള എല്ലാ തരം ട്രെയിനുകളും ഇവിടെ വരുന്ന രൂപത്തിൽ ഇതാകുമെന്നുള്ള ഒരു സംശയമില്ല. എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നമ്മുടെയൊക്കെ എല്ലാവരുടെയും സുഹൃത്ത് അശ്വിനി വൈഷ്ണവ്, റെയിൽവേ മിനിസ്റ്ററെയും ഇതിന് ചെയർമാൻ അടക്കം ഇതിന് താഴെ DRM മുതൽ നിലമ്പൂർ സ്റ്റേഷൻ മാസ്റ്റർ വരെയുള്ള എല്ലാവരെയും ഈ ദിവസത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചതും അമൃത് സ്റ്റേഷനൊക്കെ ഇന്ത്യയിലൊട്ടാകെ നിങ്ങൾക്ക് ആ ജബൽപൂരിലടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ റെയിൽവേ സ്റ്റേഷൻ ആരംഭിക്കുകയാണ്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ പക്ഷഭേദമൊക്കെ മറന്നുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ സുവർണ്ണ കാലഘട്ടമാണ് ഈ സമയം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുന്ന എനിക്കൊരു ഒട്ടും മടിയില്ല. ഈ കാര്യങ്ങൾ തുടർന്ന് നടത്തണമെന്ന് ഇതുപോലെ തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞാനും MLA-യും കമ്മിറ്റിയും ആക്ഷൻ കമ്മിറ്റിയും എല്ലാവരും ധാരാളം ആൾക്കാർ നിലമ്പൂർ പാതയുടെയും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും നിലമ്പൂർ കണക്ടിവിറ്റിയുടെ കാര്യങ്ങൾ അസ്ഥാനത്ത് പരിശോധിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവും. As long as we are 100% dedicated for the development of this Nilambur state, especially not only Nilambur, all the railway stations. Thank you very much. ഈ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി വലിയ മോഡേണൈസേഷൻ പരിപാടികളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ റിസോഴ്സിനെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി, നമ്മുടെ മരത്തെ, നമ്മുടെ തടിയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലമ്പൂർ റെയിൽവേ ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് നമുക്ക് നിലമ്പൂരിനെ വളർത്താൻ, നിലമ്പൂരിനെ ഉയർത്താൻ, നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ ഔന്നിത്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ സംവിധാനമായി ഇന്ന് നമുക്ക് നിലമ്പൂരിന്റെ റെയിൽവേ മാറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കാലത്ത് എല്ലാവരുടെയും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകൾ, മാറി മാറി വരുന്ന MP-മാർ, മാറി മാറി വരുന്ന MLA-മാർ, എല്ലാവരുടെയും സജീവമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലുകളൊക്കെ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ തീർത്താൻ തീരില്ല. ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം, നമുക്ക് വലിയ ട്രെയിനുകൾ നമുക്ക് വരാൻ സാധിക്കുന്നില്ല. വേണാട് നമുക്ക് എക്സ്റ്റൻഷൻ നമ്മൾ ആവശ്യപ്പെട്ടത് തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോം നീളം കൂട്ടണം, വലിപ്പം കൂടി. കാരണം നമുക്ക് മുഴുവൻ കോച്ചുകൾ ഇവിടെ നിർത്താനുള്ള സൗകര്യമില്ല. അപ്പൊ പ്ലാറ്റ്ഫോം നീളം കൂട്ടണം. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രക്രിയകൾ ഉണ്ടാവണം. തൊട്ടപ്പുറത്തുള്ള 2 സ്റ്റേഷന്റെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ നീളം വർദ്ധിപ്പിച്ചാൽ
നമുക്ക് വേണാട് അടക്കമുള്ള ഇനിയും മെമു സർവീസ് അടക്കമുള്ള വിവിധ ട്രെയിനുകൾ നമുക്ക് വരാമെന്ന്, കാരണം ഇവിടെ നിന്ന് പോകുന്ന പാസഞ്ചേഴ്സിന്റെ തിരക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു റെയിൽവേക്ക് മറ്റെവിടെയെങ്കിലും. ഷൊർണൂർ നിലമ്പൂർ ബ്രാഞ്ച് ലൈനിന്റെ ടെർമിനൽ സ്റ്റേഷനായ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ 16.44 കോടി രൂപ ചെലവിലാണ് നവീകരിച്ചത്. നവീകരിച്ച സ്റ്റേഷൻ കെട്ടിടം, നവീകരിച്ച മുൻഭാഗം, മികച്ച സമീപ റോഡുകൾ, പാർക്കിംഗ് ഏരിയ, പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ, ഇരിപ്പിടങ്ങൾ, ലൈറ്റിംഗ്, യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശക സംവിധാനങ്ങൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ നവീകരണ പ്രവൃത്തിയിൽ ഉൾപ്പെടും. നിലമ്പൂരിൽ പ്രതിദിനം ശരാശരി 6489 യാത്രക്കാർ എത്തുന്നുണ്ട്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന അമൃത് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ PV അബ്ദുൾ വഹാബ് MP, ആര്യാടൻ ഷൌക്കത്ത് MLA, നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ്, കൌൺസിലർമാരായ ഷേളി മോൾ, P വിജയനാരായണൻ, CEO രവികുമാർ, സ്റ്റേഷൻ മാനേജർ സുനിത തുടങ്ങിയവർ സംസാരിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചന, ഉപന്യാസ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനം വിതരണം ചെയ്തു. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ, ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ, MES മമ്പാട് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ഷോപ്പിംഗിൽ നിലമ്പൂരിന്റെ യഥാർത്ഥ ഫീലിംഗ്സ്. മികച്ച ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ ഹോമെക്സ് ഫർണിച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇണങ്ങിയ പ്രീമിയം കസ്റ്റമൈസ്ഡ് സോഫാസ്, ലിവിംഗ് റൂം ആക്സസറീസ് എന്നിവ നിർമ്മിച്ചു നൽകുന്നു. ഹോമെക്സ് ഫർണിച്ചേഴ്സ്, വടപുറം, നിലമ്പൂർ. Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva, nature's finest creations. Charitra Vivag Bridal Collections by Shobhika Weddings.